1980കളിലെയും 90കളിലെയും സംഗീത സംവിധായകരെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മുന്നിൽ നമ്മൾ പറയാറുള്ള രണ്ട് പേരുകളാണ് ജോൺസൺ രവീന്ദ്രൻ, രവീന്ദ്രൻ ജോൺസൺ. 80കളിലെ കൗമാരക്കാരുടെയും ചെറുപ്പക്കാരുടെയും ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് സംഗീത സംവിധായകരാണ് ജോൺസണും രവീന്ദ്രനും. 80കളുടെ അവസാനത്തിലും 90കളുടെ ആദ്യത്തിലും കേരളത്തിലെ ക്യാമ്പസുകളിൽ ഹാർഡ് കോർ രവീന്ദ്രൻ ഫാൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. 1970കളുടെ തുടക്കത്തിൽ കുളത്തുപ്പുഴ രവി, അതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, അദ്ദേഹം മദ്രാസിലെത്തുന്നു ഒരു പാട്ടുകാരനാവുക എന്നുള്ള മോഹത്തോടുകൂടി. എന്നിട്ട് ജീവിക്കാൻ വേണ്ടി അദ്ദേഹത്തിനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകേണ്ടി വന്നു. പിന്നീട് ജീവിക്കാൻ വേണ്ടി ഗൾഫിലേക്ക് വന്നു. വീണ്ടും തിരിച്ച് മദ്രാസിലേക്ക് പോയി. പാട്ടുകാരനാവുക എന്ന ആഗ്രഹം മാത്രം നടന്നില്ല. ഇതിനിടയ്ക്ക് ജയേട്ടനാണ് അദ്ദേഹത്തെ ദാസേട്ടന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന്. അതായത് ഈ പാട്ടുകാരനാവുക എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് മാറി സംഗീത സംവിധാനം ഒന്ന് നോക്കിയാലോ എന്ന്. അങ്ങനെ ദാസേട്ടൻ്റെ ശുപാർശ പ്രകാരം അന്നത്തെ ഹിറ്റ് ഫിലിം മേക്കറായ ശശികുമാർ അദ്ദേഹത്തിൻ്റെ ചൂള എന്ന സിനിമയ്ക്ക് സംഗീത സംവിധാനം ചെയ്യാൻ ശ്രീ രവീന്ദ്രന് അവസരം കൊടുക്കുന്നു. അതിമനോഹരമായ രണ്ട് ഗാനങ്ങളാണ് അദ്ദേഹം അതിന് നൽകിയത്. താരകെ മിഴിയിതളിൽ കണ്ണീരുമായി എന്ന് പറഞ്ഞ് ഈണങ്ങൾ ഇട്ടതിന് ശേഷം സത്യൻ അന്തിക്കാടിന് വരികൾ എഴുതാൻ കൊടുത്ത ഗാനം. അതുപോലെ തന്നെ സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം, മന്ദാരക്കാടിന് മൗനം പൂവച്ചൽ ഖാദറിൻ്റെ ഗാനരചനയിൽ. പിന്നീട് 80കളുടെ തുടക്കത്തിൽ പൂവച്ചൽ ഖാദറുമായി തന്നെ ഇടവാക്കായലിൻ അയൽക്കാരി, രാജീവം വിടരും നിൻമിഴികൾ, പാതിരാ കാറ്റു വന്നു കരളിതളിൽ മിഴിയുമായി, ഋതുമതിയായി തെളിമാനം തുടങ്ങിയ ഗാനങ്ങൾ. അതുപോലെ ബിച്ചു തിരുമലയുമായി ചേർന്ന് 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, സമയരഥങ്ങളിൽ ഞങ്ങൾ, ഇതുവരെ ഈ കൊച്ചു കളിവീണയിൽ, ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണ ഗാനം ഞാൻ, തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി. അതിൽ ഒരു അണ്ടർ റേറ്റഡ് ജെമ്മുണ്ട് തേനും വയമ്പും എന്ന സിനിമയിൽ. മനസ്സൊരു കോവിൽ അതിനൊരു വാതിൽ, അതു നീ തുറക്കൂ സമക്ഷം സദയം വിളിപ്പൂ എന്ന ഗാനം. അതുപോലെ പാലാഴി പൂമങ്കെ എന്ന ഗാനം. ഇങ്ങനെ രവീന്ദ്രൻ്റെ ആദ്യകാല സംഗീത ജീവിതത്തിൽ മെലഡികൾ കൊണ്ട് അദ്ദേഹം വസന്തം തീർക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നെങ്ങോ എപ്പോഴോ അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതം വഴിമാറി സഞ്ചരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് അദ്ദേഹം സുഗമോ ദേവി, ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ, പാടാം നമുക്ക് പാടാം, പിന്നീട് പ്രമദവനവും, നാദരൂപിണി, ഗംഗെ, സൗപർണികാമൃതവും അതുപോലെയുള്ള ഗാനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതം തന്നെ മറ്റൊരു ദിശയിലൂടെ സഞ്ചരിക്കുന്നതാണ് കണ്ടത്. ഞാൻ ഒരു അപ്രിയ സത്യം പറയാം, എനിക്കിഷ്ടമുള്ള രവീന്ദ്രൻ മാസ്റ്റർ ആദ്യകാലത്തുള്ള മെലഡികൾ നൽകിയിരുന്ന രവീന്ദ്രൻ മാസ്റ്ററാണ്. പക്ഷേ ആ രണ്ടാമത്തെ രവീന്ദ്രൻ മാസ്റ്റർ 80കളുടെ അവസാനം മുതൽ 90കളിലൊക്കെയുള്ള രവീന്ദ്രൻ മാസ്റ്ററുടെ ഹാർഡ് കോർ ഫാൻസ് ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതിൽ നിന്ന് നമുക്കൊരു ഒരു ജോണറിൽ നിന്ന് ഒരു പാട്ട് തിരഞ്ഞെടുക്കണം. പ്രമദവനവും, ഗംഗെ, ഒറ്റക്കമ്പിനാദം, 7 സ്വരങ്ങൾ പോലെയുള്ള പാട്ടുകൾ, ഈ ഗാനങ്ങളെല്ലാം എത്രയോ വേദികളിൽ പാടിപ്പോയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. 1985 പുറത്തിറങ്ങിയ ഒരു ഗാനം, പക്ഷേ പുറത്തിറങ്ങാത്ത, നിർമ്മിക്കപ്പെടാത്ത ഒരു സിനിമയിലെ ഗാനമാണ്. നീലക്കടമ്പ് എന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ ഗാനം ചിത്രീകരിച്ചത്. പക്ഷേ ആ സിനിമ ഒരിക്കലും ഉണ്ടായില്ല, നിർമ്മിക്കപ്പെട്ടില്ല. പക്ഷേ ആ പാട്ട് 1985 പുറത്തിറങ്ങി. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന ഗാനം. ഇതിന് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ജയകുമാർ IAS ആണ്. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, മലയാളത്തിലെ ഒരു ഫിലിം മേക്കർ, ആദ്യകാലത്തെ ഒരു ലെജൻഡറി ഫിലിം മേക്കറായിരുന്ന ശ്രീ M കൃഷ്ണൻ നായരുടെ മകനാണ് ജയകുമാർ IAS. അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി, ഈ പാട്ടിനു വേണ്ടി എഴുതിയിട്ടുള്ള വരികൾ, വിദ്യാവിലാസിനി വരവർണിനി ശിവകാമേശ്വരി ജനനി, ഒരു ദുഃഖബിന്ദുവായി മാറുന്ന ജീവിതം, കരുണാമയമാക്കൂ ഹൃദയം സൗവർണികയാക്കൂ. ഇത് ചിത്രചേച്ചിയും പാടിയിട്ടുണ്ട്, ദാസേട്ടനും പാടിയിട്ടുണ്ട്. ചിത്രചേച്ചി പാടിയ വെർഷനാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഒരു ലാൻഡ്മാർക്ക് ഗാനമാണ്. കാരണം ഗ്രാമഫോൺ ഖത്തർ വേദിയിൽ ചിത്രചേച്ചിയുടെ പാട്ട് ആദ്യമായി പാടുകയാണ്.
സീസൺ 1 നമ്മുടെ സുവർണകാലമായിരുന്നു. സീസൺ 2 ഇതുവരെ നമ്മൾ പോയത് 70കളിലൂടെയും 80കളുടെ ആദ്യ പകുതിയിലുമാണ്. അപ്പോൾ ചിത്ര ചേച്ചിയുടെ സമയത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ചിത്ര ചേച്ചിയുടെയും രവീന്ദ്രൻ മാസ്റ്ററുടെയും ഗാനം ആദ്യമായി ഗ്രാമഫോൺ ഖത്തർ വേദിയിൽ പാടാനുള്ള ഭാഗ്യം ആതിരയ്ക്കാണ് ഉണ്ടായിരിക്കുന്നത്. ആതിര HMCയിൽ ജോലി ചെയ്യുന്നു. ആതിര ഇതുവരെ അധികം വേദികളിലൊന്നും വന്നിട്ടില്ല. ഇനി വീണ്ടും ഗ്രാമഫോൺ ഖത്തർ അവിടെ ഒരു ട്രെൻഡ് സെറ്റർ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചിത്ര ചേച്ചി, രവീന്ദ്രൻ, ജയകുമാർ എന്നിവരുടെ കൂട്ടുകെട്ടിലുള്ള ഈ മനോഹരമായ ഗാനം ആതിരയും സംഘവും നമുക്ക് വേണ്ടി ആലപിക്കുന്നു. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി, ഗുണദായിനി, സർവശുഭകാരിണി. വിദ്യാവിലാസിനി വരവർണ്ണിനി ശിവകാമേശ്വരി ജനനി. വിദ്യാവിലാസിനി വരവർണ്ണിനി ശിവകാമേശ്വരി ജനനി. ഒരു ദുഃഖ ബിന്ദുവായി മാറുന്ന ജീവ
ശുഭകാരിണി ആദരഹൃദയ സരോവര നീറുകയിൽ ഉദയാകുലിയാകൂ മംഗളമന്ദസ്മിതം തൂകൂ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണ